വിശ്വവേദിയിൽ റെക്കോർഡുകൾ വാരിക്കുട്ടി ലയോണൽ മെസ്സി. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന നേട്ടം ഇനി മെസ്സിക്ക്. ഏറ്റവും കൂടുതൽ ജയമെന്ന റെക്കോർഡും സൂപ്പർ താരത്തിന്. അരനൂറ്റാണ്ടിന് ശേഷം തുടരെ 6 ലോകകപ്പ് മത്സരങ്ങൾ ഗോൾ നേടുന്ന ആദ്യ താരം. ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നോക്കൌട്ടിൽ ഓസ്ട്രിയയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളിന്. ഇരട്ട ഗോളുമായി തിളങ്ങി ലയോണൽ മെസ്സി. ലോകകപ്പിൽ ഇറാഖിനെതിരെ ഫ്രാൻസ് 3 ഗോളിന് മുന്നിൽ. ഫ്രാൻസിനായുള്ള 100ാം മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടി എംബപ്പെ. മത്സരത്തിനിടെ വില്ലനായി കനത്ത മഴയും ഇടിമിന്നലും. രണ്ടാം പകുതി ആരംഭിച്ചത് 2 മണിക്കൂർ വൈകി. നോർവേ സെനഗലിനെ നേരിടുന്നു. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്നും തുടരും. PM ശ്രീയും വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവും വിവാദവും സഭയിൽ ഉന്നയിക്കാൻ ഒരുങ്ങി പ്രതിപക്ഷം. വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധിയും ചർച്ചയായേക്കും. PM ശ്രീ പദ്ധതിയിൽ ആശങ്കയറിയിച്ച് മുസ്ലിം ലീഗ് MLA-മാർ. നിയമസഭാ കക്ഷി യോഗത്തിൽ നിലപാട് വ്യക്തമാക്കി. പദ്ധതിയിലെ അപാകതകളും ആശങ്കകളും വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിച്ചു. ജാഗ്രതയോടെ വിഷയം കൈകാര്യം ചെയ്യണമെന്നും മുസ്ലിം ലീഗ് MLA-മാർ. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി വർദ്ധിക്കുന്നുവെന്ന ആരോഗ്യവകുപ്പ് കണക്ക്. ഇന്നലെ മാത്രം ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത് 56 പേർക്ക്. സംസ്ഥാനത്ത് പനി ബാധിച്ച് ഇന്നലെ 7 പേർ മരിച്ചു. എലിപ്പനി ബാധിച്ച് മരിച്ചത് 3 പേർ. സംസ്ഥാനത്തിന് ആശങ്കയായി വീണ്ടും ഷിഗല്ല ബാധ. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും ഡോക്ടർ KJ റീനയെ മാറ്റിയത് സ്റ്റേ ചെയ്തതിനെതിരായ സർക്കാർ അപ്പീലിൽ ഹൈക്കോടതി വിധി ഇന്ന്. കൂടുതൽ സൗകര്യപ്രദമായ എറണാകുളം ജില്ലയിലേക്കാണ് മാറ്റിയതെന്ന് സർക്കാർ. സ്ഥലം മാറ്റത്തിൽ അപാകതയില്ല. ആരോഗ്യവകുപ്പിനെ പൊതുജനമധ്യത്തിൽ റീന മോശമാക്കിയെന്നും വിമർശനം. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. പരിഗണിക്കുക വടകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. ഇരുവിഭാഗങ്ങളുടെയും വാദം പൂർത്തിയായി. പ്രതി ഫോൺ റീസെറ്റ് ചെയ്തതോടെ തെളിവുകൾ നഷ്ടമായെന്ന് അന്വേഷണ സംഘം. ലോകകപ്പിൽ ആദ്യ ജയം തേടി റോണോയും സംഘവും ഇന്ന് കളത്തിൽ. 2ാം മത്സരത്തിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ ഉസ്ബെക്കിസ്ഥാൻ. നോക്കൌട്ട് പ്രതീക്ഷകൾ നിലനിർത്താൻ പോർച്ചുഗലിന് ജയം അനിവാര്യം. മത്സരം രാത്രി 10:30 ഹ്യൂസ്റ്റണിൽ.